ഇതുപോലെയാണ് നമ്മൾ ലൂറിൻ്റെ ആക്ഷൻ വരുന്നത്. നമുക്ക് ഒറിജിനൽ ലൂറിൻ്റെ സെയിം അതേ ആക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല റിസൾട്ടായിരിക്കും നമുക്കിതിൽ കിട്ടുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വേം ഹുക്ക് കൊണ്ട് ഒരു സ്പിന്നർ ഫ്രോഗാണ്. അതായത് നമ്മൾക്ക് എളുപ്പത്തിൽ ഒരു റബ്ബറിൻ്റെ സ്ലിപ്പറിൻ്റെ ഒരു പീസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും തന്നെ ഒരു മെറ്റീരിയൽ നമുക്ക് എക്സ്ട്രാ ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു ഹുക്കും പഴയൊരു സ്ലിപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു ഫ്രോഗ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ഫ്രോഗ് വരിക. ഹുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ സ്പിന്നർ ഞാൻ ഒരു ചെറിയ സ്പിന്നർ ഞാൻ എൻ്റെ പുറകിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ കൈകൊണ്ടുള്ള ഒരു ആക്ഷൻ ഇല്ല എങ്കിൽ പോലും സ്പിന്നർ ഉണ്ടെങ്കിൽ റിസൾട്ട് കൂടാനാണ് ചാൻസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്രോഗിൻ്റെ പടം നമുക്ക് വരയ്ക്കാം. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ ഒരു പീസാണ്. അത് ഞാനിപ്പോൾ പഴയൊരു സ്ലിപ്പറിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഈ ഫ്രോഗിൻ്റെ ഷേപ്പിൽ വരച്ച ശേഷം കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ച ശേഷം ഇതിലേക്ക് ഒട്ടിച്ച ശേഷം ആ ഫ്രോഗിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഫ്രോഗിൻ്റെ രീതിയിൽ കട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പേപ്പർ രണ്ടായിട്ട് മടക്കി ഇട്ട ശേഷമാണ് വൺ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് നമ്മൾക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലിപ്പറിൻ്റെ ഇതുമ്മേ ഞാനിങ്ങനെ ഒട്ടിക്കും. അതിനുശേഷം ഇത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സാൻഡ് പേപ്പർ ഈ രീതിയിൽ റോൾ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രില്ലറും വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഇത് വെച്ച് കൊടുത്താണ് ഷേപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതിങ്ങനെ കറക്റ്റ് ഇതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിൽ നമ്മൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ പിന്നെ ഇതിങ്ങനെ ഒരു ഒഴുക്കനായിട്ടുള്ള രീതിയിൽ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് ഇതൊരു കണ്ണിൻ്റെ ഒരു പോർഷനാണ് ഈ ഏകദേശം വരുന്നത്. ആ ഒരു പോർഷൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇത് നമ്മൾക്ക് റിമൂവ് ചെയ്യണം. അതുപോലെ ഇതൊരു ഷേപ്പുള്ള രീതിയിൽ ചെയ്യണം. ഇത് ഒരുപാട് ഷേപ്പ് ചെയ്യരുത്, കാരണം നമുക്കിതിൽ ഹോളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാക്ക് സൈഡായ വലിയ പ്രശ്നമില്ല. പക്ഷേ ഫ്രണ്ട് ഈ ഒരു കേർവ് ഷേപ്പിൽ നമ്മൾക്ക് അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു ഫ്രോഗിൻ്റെ രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരച്ചാണ് എടുത്തിരിക്കുന്നത്. സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് നോക്കി. ഇതുമേ തന്നെ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഫ്രണ്ടിലൂടെ ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി ഇതിൻ്റെ മുകളിലേക്ക് വരുത്തുന്നത്. ഈ രീതിയിലായിരിക്കും വരിക. പിന്നെ എൻ്റെ ഒരു പഴയൊരു സ്പിന്നർ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഒരു സ്പിന്നറായിരിക്കും ഇതിൻ്റെ ബാക്കിൽ വരിക. ഇതിൻ്റെ ഒരു ബാക്കിൽ വരിക ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയ ശേഷം ഈ ഹുക്ക് ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യുക. അടിയിലേക്ക് ഈ രീതിയിൽ കടത്തി വിടുക. ഈ രീതിയിലായിരിക്കും ഫ്രണ്ട് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പുറകിൽ നിന്ന് ഇത് ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പുറകിൽ വരുന്ന രീതിയിൽ ഇത് പ്രത്യേകം സൂക്ഷിക്കാൻ. നമ്മളിപ്പോൾ ഒരിക്കലും കൈമ പറ്റാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഒരു കാരണവശാലും കൈമ കൊള്ളാതെ സൂക്ഷിക്കുക. നമുക്ക് ഇതിലൂടെ ഫുള്ളും കടത്തിയെടുക്കണം.
നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കടത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾക്കിത് സ്പിന്നർ ഇവിടെ കണക്ട് ചെയ്യണം. നമ്മൾക്കിതിൻ്റെ സ്പിന്നർ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അതായത് ഇതുപോലത്തെ ഒരു ചെറിയ സ്യൂവൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നമ്മളുടെ ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഒക്കെ ബോട്ടിലിൻ്റെ കാണുമല്ലോ, അലൂമിനിയത്തിൻ്റെ, ഇത് ഒരു നമ്മളുടെ സ്പൂണിൻ്റെ രീതിയിൽ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി, ഉള്ളിലേക്ക് സ്പൂണിൻ്റെ പോലെ ബെൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഈ സ്യൂവലിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യുന്ന ഈ സ്പ്ലിറ്റ് റിങ്ങിന് വേണ്ടി നമ്മളുടെ ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിലിനുള്ളിൽ തന്നെ ഒരു സ്പ്രിങ് കാണും. ഈ സ്പ്രിങ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് തുരുമ്പെടുക്കില്ല, അത് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് റിങ്ങായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയ സ്പിന്നറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലും ഈ ചെറിയൊരു സ്യൂവലും മാത്രം മതി. ഇതിപ്പോൾ ഈ സ്യൂവലും സ്പ്ലിറ്റ് റിങ്ങും ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഇനി ചെയ്യണമെന്നത്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടങ്കീസിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ സ്യൂവലിൻ്റെ ഇതിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് സ്യൂവലിൻ്റെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഹുക്കിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടിടുക. ഹുക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തി വിടുക. അതിനുശേഷം ഈ അറ്റം വലിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മളുടെ സ്യൂവൽ ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹുക്കുമേ. ഇത് ഇൻസൈഡ് ചെയ്യുന്ന ടൈമിൽ ഒരല്പം ഇവിടെ പൊട്ടിയ പോലെ ഉണ്ട്, പക്ഷേ നമുക്കത് ഇത് ഒട്ടിക്കാവുന്നതാണ്, ഫെവിക്വിക്ക് ചെയ്തിൽ ഒട്ടിക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ സ്പിന്നർ ഇതുമേ കണക്ട് ചെയ്യുക. നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബാലൻസിങ് നമുക്ക് നോക്കണം. ബാലൻസിങ് നോക്കിയ ശേഷം നമുക്ക് അതിൻ്റെ വെയിറ്റ് അടിയിൽ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഈ സ്പ്ലിറ്റ് റിങ്ങുമേ ഉള്ള ഇത് കണക്ട് ചെയ്യാം. ഉണ്ട്, ഈ ഒരു ഇതിലാണ് സ്പിന്നർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഹുക്കിൻ്റെ, ഇതിപ്പോൾ ഞാൻ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ ഹുക്ക്. ഇനിയിപ്പോൾ ഹുക്ക് ഇത്രയും കൂടി പ്രൊജക്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോർഷനിൽ ഇത്രയും ഒരു അല്പം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹുക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും മാക്സിമം. അതിനുശേഷം ഫെവിക്വിക്ക് എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാലും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻറ്റിങ്ങിന് മുമ്പ് ഇതിൻ്റെ ബാലൻസിങ് നമുക്ക് നോക്കണം. ഇത് കറക്റ്റ് രീതിയിലുള്ള ബാലൻസിങ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനിൽ, ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടില്ല എങ്കിൽ ആ ഒരു പൊസിഷനിൽ നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യണം. എന്തായാലും നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു ഈയത്തിൻ്റെ കഷ്ണമാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാലൻസിങ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. സിങ്കിങ് അല്ല, ഫ്ലോട്ടിംഗ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് രീതിയിൽ ഇപ്പോൾ നമ്മൾ എറിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ബോട്ടത്തിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇടും. അപ്പോൾ എങ്ങനത്തെ രീതി എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രീതിയിലേ വന്ന് വീഴുള്ളൂ. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, സ്പിന്നറും കറക്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ വെയിറ്റ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇത് കണ്ടോ, ഓൾറെഡി ഇതിൻ്റെ അടിയിൽ ആ വെയിറ്റ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ വെയിറ്റ് കുഴപ്പമില്ല, കണ്ടോ, ഇത്രയും ഇതിൽ കൂടുതൽ വെയിറ്റ് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റാണ്. കാരണം എനിക്ക് ലോങ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വെയിറ്റ് കൂട്ടിയിടുന്നത്. അപ്പോൾ ഇപ്പോൾ അടിയിൽ ഈ ഭാഗത്തായിരിക്കുള്ളൂ, ഈ പ്ലേസിലായിരിക്കുള്ളൂ നമുക്ക് ഇത് വരിക. അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വെയിറ്റ് ഏത് ഭാഗത്താണോ ആ രീതിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ ഇങ്ങനെ വന്ന് കിടക്കും ഇത്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ലോങ് കാസ്റ്റിന് നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ. ലോങ് കാസ്റ്റിനാണെങ്കിൽ മാക്സിമം വെയിറ്റ് എന്തോരം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്കിത് കറക്റ്റ് വെയിറ്റാണ്. ഇനി ഞാനിവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് സെൻറ്ററിലായിട്ട് ഇത് പ്ലേസ് ചെയ്യും. അതിനുശേഷം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾക്ക് പെയിൻറ്റിങ് വർക്ക് ചെയ്യാം. ആദ്യം നമ്മൾക്കിത് ഒട്ടിച്ച് കളയാം. ഇതിൻ്റെ ഈ ബാക്ക് ഉണ്ടല്ലോ, ഈ ഹുക്കിൻ്റെ ഈ പോർഷനിലായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും ഇത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയായിരിക്കണം വരിക. അപ്പോൾ വലിക്കുമ്പോഴും നമ്മൾക്ക് ആ ഒരു ആക്ഷനും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രോഗ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കണം. ഒരിക്കലും ഫ്ലാറ്റ് ആയിരിക്കരുത്, ഈ ഒരു രീതിയിൽ. അപ്പോൾ വെയിറ്റ് ഞാൻ ഈ പോർഷനിലാണ് കൊടുക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് സിങ്ക് ആവില്ല, കാരണം നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, സിങ്ക് ആവില്ല. ഈ ഒരു പോർഷനിൽ തന്നെ വരുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്, ഒരിക്കലും താഴേക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടോ ഒരിക്കലും വരരുത്.
കറക്റ്റ് ആക്ഷനും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ ഈ അടിഭാഗത്തായിട്ട് ആയിരിക്കും നമ്മൾക്ക് അതിൻ്റെ വെയിറ്റ് വരേണ്ടത്. ഇതിപ്പോൾ ഞാൻ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കി ഞാൻ അതിനുശേഷമാണ് ഈ വെയിറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് ഒരിക്കലും നമ്മളുടെ ഹുക്കിനെ തട്ടിയിട്ടായിരിക്കാൻ പാടില്ല. കാരണം ഇത്രയും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഹുക്ക് വേണം. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇത് സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് മീൻ ഒരു കാരണവശാലും നമ്മൾക്ക് മിസ്സാവില്ല. ഡബിൾ ഹുക്ക് പോലെയല്ല. പിന്നെ നമ്മൾക്ക് സാധാരണ ഫ്രോഗിൻ്റെ പോലെ കീറിപ്പോകലൊന്നുമില്ല. ഇത് പെട്ടെന്ന് പോകില്ല, ഫുൾ റബ്ബർ ആയതുകൊണ്ട്. പിന്നെ സ്പിന്നറുള്ളതുകൊണ്ട് ഇത്തിരി ആക്ഷനും കിട്ടും, റിസൾട്ടും കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് വലിയ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ഇത് ഫെവിക്വിക്ക് വെച്ച് ഇവിടെ ഈ ഹോളുകളും ഈ എല്ലാ പോർഷനും നമ്മൾക്ക് ഒട്ടിക്കാം. അതിനുശേഷം പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രോഗിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു യെല്ലോ കളറിലെ അക്യൂറേറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നമുക്കത് പെട്ടെന്ന് പോകില്ല, വെള്ളം നനഞ്ഞാൽ ഈ കളർ പോകില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ഫ്രോഗാണ്. നമുക്കിതൊരു വേം ഹുക്കും ഒരു പഴയ സ്ലിപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അത് സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് മീൻ ഹുക്കപ്പ് ആകുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാകില്ല. അതുപോലെ തന്നെ നമ്മൾക്കിത് എക്സ്പെൻസീവ് അല്ല. ഈ ഹുക്കിന് മാക്സിമം ഒരു 50 രൂപയോളം വരും നമുക്ക്. ഇത് വേം ഹുക്കാണ്, ഇത് 4 സൈസിൻ്റെ വേം ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പിന്നർ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുമേ അറ്റാച്ച് ചെയ്യുക, നമുക്ക് റിസൾട്ട് കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലത്തെ പെർഫ്യൂമിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു സ്പിന്നർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്ലിറ്ററിങ്ങിന് വേണ്ടി ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തന്നെ നമ്മൾക്ക് ഇതുപോലത്തെ സ്പ്രിങ് വരും. ഈ സ്പ്രിങ്ങിൻ്റെ ഈ അറ്റം എഡ്ജ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്ററിങ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇതുപോലെയാണ് നമ്മുടെ ലൂറിൻ്റെ ആക്ഷൻ വരുന്നത്. നമുക്കിതിൽ കിടിലൻ ആക്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒറിജിനൽ ഫ്രോഗിൻ്റെ അതേ ആക്ഷനാണ് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക. നമുക്ക് കോസ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ 100% നമ്മൾക്ക് റിസൾട്ട് കൂടുതലായിരിക്കുള്ളൂ. ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട്.